ഹായ് അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഇന്ന് നല്ല അടിപൊളിയായിട്ടൊരു ബീഫ് ബിരിയാണി ഉണ്ടാക്കുന്ന റെസിപ്പി ആയിട്ടാണ് കാണിക്കുന്നത്. നമുക്ക് കാറ്ററിംഗ് ഉണ്ട്. അപ്പോൾ കാറ്ററിങ്ങിന് 2 കിലോ ബീഫ് ബിരിയാണിക്കുള്ള ഓർഡർ ആട്ടോ നമുക്കിന്ന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മളെ കല്യാണ വീടുകളിലൊക്കെ ഉണ്ടാവുന്ന ബിരിയാണി ഉണ്ടല്ലോ, ആ ഒരു ടേസ്റ്റിലാണ് ഞാൻ ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടാതിരിക്കില്ല. അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ 2 കിലോ ബീഫ് ബിരിയാണിയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ 2 കിലോ ബീഫ് ഞാൻ കഴുകി വൃത്തിയാക്കിയതാ വെള്ളം ചോരാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലുള്ള വെള്ളമൊക്കെ ഒന്ന് ചോർന്ന് വരട്ടെ. അപ്പോൾ തന്നെ നമുക്ക് അതിലേക്കുള്ള ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാക്കി എടുക്കാം. ബിരിയാണിക്ക് ടേസ്റ്റ് കൂട്ടാനുള്ള ടിപ്സും ട്രിക്കും ഒക്കെ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടു നോക്കണം. അപ്പോൾ ആദ്യം നമുക്ക് ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് തൊലി കളഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ വെളുത്തുള്ളി ഞാൻ ഒരു 5 കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇത് ചെറുതാണ് കേട്ടോ. അത്യാവശ്യം വലിപ്പമുള്ളതൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒരു 3 കുടം വെളുത്തുള്ളിയൊക്കെ മതിയാവും. ഇത് ചെറിയ വെളുത്തുള്ളി ആയതുകൊണ്ടാണ് 5 എടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഒരു 3 കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കൈപ്പിടി ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. പച്ചമുളക് ഞാൻ 100 പച്ചമുളകാട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. 2 പച്ചമുളകേന്ന് മാറ്റി വെച്ചിട്ടുള്ളൂ നമുക്ക് തൈരൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ചെറിയ ഉള്ളി നമ്മളെ ബിരിയാണി മസാലയ്ക്ക് നല്ല ടേസ്റ്റ് കൊടുക്കും കേട്ടോ. ഇനിയിപ്പോൾ ബീഫ് ബിരിയാണിയാണ് വെക്കണമെന്നുണ്ടെങ്കിലും അതേപോലെ ചിക്കൻ ബിരിയാണി ആണെങ്കിലും ആ ഒരു മസാലയ്ക്ക് ഈ ഒരു ചെറിയ ഉള്ളി ചതച്ച് ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ചെറിയ ഉള്ളി എന്തിലിട്ടാലും നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ ബിരിയാണിക്ക് ഇട്ടാലും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇഞ്ചിയും വെളുത്തുള്ളിയും അതേപോലെ തന്നെ ചെറിയ ഉള്ളിയൊക്കെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തൊലി കളയുമ്പോൾ തന്നെ ഒരു കവറിലൊക്കെ ആക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ കുക്കിംഗ് കഴിയുമ്പോൾ ഒരുപാട് ക്ലീനിങ് ഒന്നും ഉണ്ടാവില്ല. ഇല്ലേ പിന്നെ കൗണ്ടർ ടോപ്പ് ആകെ വൃത്തിയുടെ ഇക്കാരം. അപ്പോൾ അതൊക്കെ മാറ്റി വെച്ച് പിന്നെ ഇനി നമുക്ക് നാരങ്ങ നീര് പിഴിഞ്ഞെടുക്കണം. അപ്പോൾ ഇത് നമ്മളെ തറവാട് വീട്ടിലുണ്ടായ നാരങ്ങ മരത്തുമ്മ ഉണ്ടായ നാരങ്ങയാണ് കേട്ടോ. നല്ല പഴുത്ത നാരങ്ങയാണ്. അപ്പോൾ നല്ലോണം പഴുത്തിട്ട് അച്ചാറിടാന്ന് വിചാരിച്ചിട്ട് വെച്ചതേന് കേട്ടോ ഞാൻ. അപ്പോൾ നമുക്ക് ഇന്നിപ്പോൾ ബിരിയാണിക്ക് ഇതൊന്നും എടുക്കാൻ നാരങ്ങ എന്ന് വിചാരിച്ച് ഞാൻ 2 എടുത്തിട്ടുണ്ട്. ഇത് വലിയ നാരങ്ങയാണെങ്കിൽ ഒറ്റ നാരങ്ങ തന്നെ മതി കേട്ടോ. അത്യാവശ്യം വലിപ്പമുള്ള നാരങ്ങ തന്നെയാണ്. അപ്പോൾ ഞാൻ ഒരു 1.5 മുറി നാരങ്ങയാണ് പിന്നെ ഇപ്പോൾ മസാലയ്ക്ക് എടുക്കുന്നത്. ബാക്കിയൊരു അരമുറി ഞാൻ അവിടെ വെക്കുന്നുണ്ട്. അത് നമുക്ക് റൈസ് ഉണ്ടാക്കുമ്പോൾ എടുക്കാൻ വേണ്ടിയിട്ടാട്ടോ. നാരങ്ങ പിഴിഞ്ഞാൽ എളുപ്പം നീര് കിട്ടണമെങ്കിൽ എല്ലാവർക്കും അറിയിക്കാരം. ഇതേപോലെ കൗണ്ടർ ടോപ്പുമ്പോൾ ഞാൻ അപ്പോൾ ഇങ്ങനെ നാരങ്ങ ഇങ്ങനെ ഉരുട്ടി നോക്കിയില്ലേ, അതേപോലെ ആക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നീരൊക്കെ പിഴിഞ്ഞെടുക്കാൻ പറ്റും. അങ്ങനെ നാരങ്ങ നീരൊക്കെ പിഴിഞ്ഞെടുത്തു. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ചതച്ച് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ മല്ലിയിലയും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബീഫ് ഒന്ന് മസാല കൂട്ടി വെക്കണം. അപ്പോൾ ബീഫ് ബിരിയാണിൻ്റെ റെസിപ്പി നമ്മുടെ ചാനലിൽ ഒരുപാടുണ്ടാവും. പക്ഷേ ഇത് ഫസ്റ്റാണ് കേട്ടോ ഇങ്ങനൊരു ബിരിയാണി ഞാൻ ഉണ്ടാക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ കല്യാണ വീടുകളിലൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ടേസ്റ്റിലാണ് ഇന്നത്തെ നമ്മളെ ബിരിയാണി ഉണ്ടാക്കണം എന്നുള്ളത്. അപ്പോൾ ഇതാ ഞാൻ ഉരുളിക്ക് നമ്മൾ കഴുകി വെച്ച ബീഫ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തൈര് ചേർക്കുമ്പോൾ പുളിക്കനുസരിച്ചിട്ട് ചേർത്താൽ മതി കേട്ടോ. ചില തൈര് നല്ല പുളി ഉണ്ടാവുമല്ലോ. ഇത് അത്യാവശ്യം നല്ല പുളിയുള്ള തൈര് തന്നെയാണ്. അപ്പോൾ ഞാൻ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതാ നാരങ്ങ പിഴിഞ്ഞ് വെച്ചിരുന്നല്ലോ, ആ നാരങ്ങ നീര് ചേർത്ത് കൊടുത്തു. പിന്നെ കറിവേപ്പിൻ്റെ ഇല ചേർത്ത് കൊടുത്തു. പിന്നെ നമ്മൾ ചതച്ച് വെച്ച പിന്നെ ചെറിയ ഉള്ളിയും അതേപോലെ തന്നെ ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് അത്യാവശ്യം നല്ല എരിവുള്ള മുളക് തന്നെയാണ് കേട്ടോ. പിന്നെ നമ്മൾ ഇതിക്ക് പിന്നെ മുളക് പൊടിയൊന്നും ചേർക്കൂല എരിവിന്. അപ്പോൾ ആ മുളക് ചതച്ചതൊക്കെ ഞാൻ ഇതിക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ മല്ലിയിലയും പുതിനയിലയും അരിഞ്ഞതും ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് ഇതിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ കുറച്ച് കല്ലുപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ലാസ്റ്റ് ഉപ്പൊക്കെ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ വീണ്ടും ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ അതാ മസാലപ്പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2.5 ടേബിൾ സ്പൂൺ ബിരിയാണി മസാല ചേർത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുരുമുളക് പൊടിയും ചേർക്കണം കേട്ടോ ഈ ഒരു സമയത്ത്. അപ്പോൾ ഞാൻ ഇപ്പോൾ കുരുമുളക് പൊടി ചേർത്തിട്ടില്ല. കുരുമുളക് എനിക്ക് പൊടിച്ചിട്ട് വേണം ചേർക്കണമെങ്കിൽ. പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വെളിച്ചെണ്ണയാണ് കേട്ടോ. അപ്പോൾ ഒരു 1/4 കപ്പ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് പിന്നെ കൈ വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നല്ലോണം തിരുമ്മി കുഴച്ചെടുക്കണം. എല്ലാ ഇൻഗ്രീഡിയൻസും എല്ലാ ഭാഗത്തും ആവാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ തന്നെ ഇതുപോലെ കൈ കൊണ്ട് തിരുമ്മി കുഴച്ചെടുക്കണം. എന്നിട്ട് ഒരു 1/2 മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. നമ്മൾ സാധാരണ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ മസാല പിന്നെ സവാളയൊക്കെ നമ്മൾ വഴറ്റിയിട്ടാണ് മസാല റെഡിയാക്കൽ. അപ്പോൾ ഇന്ന് ഇതേപോലെയാണ് കേട്ടോ, പച്ചക്ക് ഇട്ട് കൊടുക്കുകയാണ് സവാളയൊക്കെ ഇതിലേക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കല്യാണ വീടുകളിൽ ഉണ്ടാക്കുന്ന ബിരിയാണിയാണെന്ന് ഉണ്ടാക്കണം എന്നുള്ളത്.
നല്ല ടേസ്റ്റ് ആട്ടോ അങ്ങനെ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ ഞാൻ പിന്നെ കൈ വെച്ചിട്ട് ഇതൊക്കെ നല്ലോണം ഒന്ന് തിരുമ്മി കുഴച്ചെടുത്തു. പിന്നെ മഞ്ഞളിൻ്റെ കുറവുണ്ടായിന്, അപ്പോൾ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിന്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ബീഫ് മസാലയും കൂടെ ഞാൻ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതെനിക്ക് കുറച്ച് എരിവ് കുറവായിട്ട് തോന്നി, അപ്പോൾ ഞാൻ ബീഫ് മസാല ചേർത്തതാണ്. അങ്ങനെ ബീഫ് മസാലയും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ കൈ വെച്ചിട്ട് തിരുമ്മി കുഴച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിവിടെ അടച്ച് വെച്ചിട്ട് ഒരു അരമണിക്കൂർ എന്തായാലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. എന്നാലുള്ള മസാലയൊക്കെ നല്ല രീതിയിൽ ഇതിൽ പിടിച്ച് പിന്നെ ബീഫൊക്കെ നല്ല രീതിയിൽ വെന്ത് കിട്ടുള്ളൂ. ഈ നാരങ്ങ നീരിൻ്റെ പുളിയും അതേപോലെ തൈരിൻ്റെ പുളിയൊക്കെ വരുമ്പോൾ പെട്ടെന്ന് തന്നെ ബീഫ് വെന്ത് കിട്ടും കേട്ടോ. ഇപ്പോൾ ഒരു അരമണിക്കൂറൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് പിന്നെ ഞാൻ സവാള തൊലി കളഞ്ഞ് സവാളയൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ടായിന്. അതുപോലെ തന്നെ കുരുമുളകൊക്കെ പൊടിച്ച് വെച്ചിട്ടുണ്ടായിന്. അപ്പോൾ ഞാനിതാ 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ച സവാള ചേർത്ത് കൊടുക്കാം. സവാളൻ്റെ കണക്ക് പറയുകയാണെങ്കിൽ 1 കിലോ ബിരിയാണിക്ക് 300 സവാള, അങ്ങനത്തെ ആ ഒരു കണക്കിലാണ് കേട്ടോ വലിയ വെപ്പുകാരൊക്കെ പറയുക. അപ്പോൾ നമ്മളവരോട് ചോദിച്ചിട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ വലിയൊരു ഷെഫായിട്ടൊന്നുമല്ല പറയണത്. അങ്ങനെ ആ ഒരു കണക്കിനാണ് ഓരൊക്കെ പിന്നെ സവാളയൊക്കെ എടുക്കാമെന്ന് പറയുന്നത് കേൾക്കാം. ഞാൻ ഇപ്പോൾ ഈ ഒരു 2 കിലോ ബിരിയാണി ഉണ്ടാക്കാൻ 1.5 കിലോ സവാള വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് സവാള ഫ്രൈ ചെയ്തെടുക്കാനും അതേപോലെ തന്നെ തൈര് ഉണ്ടാക്കാനൊക്കെ വേണ്ടേ. അപ്പോൾ ഞാൻ 1.5 കിലോനാട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സവാള അരിഞ്ഞതൊക്കെ അതിലേക്ക് ചേർത്ത് കൊടുത്തു. കൈ കൊണ്ട് പിന്നെയും വീണ്ടും നല്ലോണം കുഴച്ച് മിക്സ് ചെയ്തെടുത്തു. പിന്നെ ഇതാ ഞാനിത് അടുപ്പത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ വേവിക്കാൻ. തക്കാളി ഞാൻ അപ്പം ചേർത്തിട്ടില്ല കേട്ടോ. തക്കാളി ഇതൊരു പകുതി വേവായതിന് ശേഷമാണ് തക്കാളി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ബീഫ് അടുപ്പത്ത് വെച്ചിട്ട് ഇപ്പോൾ കുറച്ച് സമയമായി. അപ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ബീഫത്തെ വെള്ളമൊക്കെ ഒരുവിധം പോയിട്ടാണ് നമ്മൾ ബീഫ് പിന്നെ മസാലയൊക്കെ തേച്ച് വെച്ചത് തന്നെ. പിന്നെ വെള്ളമൊന്നും ചേർത്തിട്ടില്ല, എന്നാലും അതിൽ വെള്ളം പൊടിഞ്ഞുണ്ടാവും കേട്ടോ. അപ്പോൾ ഇനി ആ ഒരു വെള്ളമൊക്കെ വറ്റി വരുമ്പോഴത്തേന് ബീഫ് വന്നോളും. അപ്പോൾ ഇനി ആ ഒരു സമയം കൊണ്ട് നമുക്ക് സവാള ഫ്രൈ ചെയ്തെടുക്കുക ബിരിയാണിക്കുള്ള. അപ്പോൾ ഞാൻ അവിടെ ഗ്യാസ് അടുപ്പുമ്പോൾ ഇതാ ഒരു ചീനച്ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് സൺഫ്ലവർ ഓയിലാട്ടോ ഒഴിച്ചു കൊടുത്തത്. പിന്നെ സവാള അരിഞ്ഞത് ചേർത്ത് കൊടുത്തു. സവാള അങ്ങനെ മൂത്ത് വരുന്ന ആ ഒരു ടൈം ഉണ്ടല്ലോ, ആ ഒരു ടൈമിൽ കുറച്ച് മല്ലിയിലയും പുതിനയിലയും അരിഞ്ഞത് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ബിരിയാണിക്ക് നല്ലൊരു ടേസ്റ്റ് കൊടുക്കുന്ന സംഭവമാണ് കേട്ടോ. സവാള അങ്ങനെ ആ മൂത്ത് വരുന്ന ടൈം ഉണ്ടല്ലോ, ആ ഒരു ടൈമിൽ തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ മല്ലിയിലയും പുതിനയിലയും. ഇല്ലെങ്കിൽ പിന്നെ ഇത് കാണാനല്ല, അതിൽ പിന്നെ കരിഞ്ഞു പോകാനൊക്കെ സാധ്യത ഉണ്ട്. അങ്ങനെ സവാളയൊക്കെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചു. പിന്നെ അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇട്ടിട്ട് അതും ഒന്ന് വറുത്ത് കോരി മാറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ ആ ഒരു പണി കഴിഞ്ഞു. പിന്നെ ഞാൻ ബീഫ് ഒന്ന് തുറന്ന് നോക്കി. അപ്പോൾ ബീഫ് ഇളക്കി നോക്കിയപ്പോൾ പകുതി വേവൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ തക്കാളി അരിഞ്ഞത് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു 4 വലിയ തക്കാളിയാണ് കേട്ടോ ഇതിലേക്ക് ചേർത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ തക്കാളിയൊക്കെ അരിഞ്ഞത് ചേർത്ത് കൊടുത്തു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോൾ ആ ബീഫൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഉപ്പും പുളിയും എരിവൊക്കെ ചെക്ക് ചെയ്ത് നോക്കി. അപ്പോൾ ഒക്കെ പാകമാണ്. അപ്പോൾ ഞാൻ അടുപ്പത്തുനിന്ന് വാങ്ങി വെച്ചിട്ടോ. ബീഫിന് അധികം വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ദം ചെയ്തെടുക്കും കൂടെ വേണ്ടേ, അപ്പോൾ ബീഫ് ഓവർ വേവാവും. അപ്പോൾ പാകത്തിന് വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അടുപ്പത്തുനിന്നൊക്കെ വാങ്ങി വെച്ച്. പിന്നെ നമ്മൾ സാധാരണ അരി തിളപ്പിച്ചൂറ്റിയിട്ടാണ് ബിരിയാണി ഉണ്ടാക്കൽ. അപ്പം ഇന്ന് നമ്മൾ അരി വറ്റിച്ചെടുത്തിട്ടാട്ടോ ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിത് അവിടെ ഒരു ചെമ്പൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിക്ക് നമ്മൾ ആദ്യം സവാളയൊക്കെ ഫ്രൈ ചെയ്തെടുത്തല്ലോ, ആ ഒരു സൺഫ്ലവർ ഓയിൽ അതിക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിന്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തു. അതേപോലെ തന്നെ 2-3 സ്പൂണ് ആർക്കേജിൻ്റെ നെയ്യും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിന്. പിന്നെ കുറച്ച് ഏലക്കായ, കറാമ്പൂ, പട്ട, കുറച്ച് സാജീരകം അങ്ങനെയുള്ളതൊക്കെ അതിക്ക് ചേർത്ത് കൊടുത്തു. പിന്നെ ഈ ഒരു സമയത്ത് നമ്മുടെ കയ്യിൽ പൈനാപ്പിൾ ഉണ്ടെങ്കിൽ ചെറിയ പീസാക്കിയിട്ട് അതിക്ക് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിക്കാരട്ടോ ബിരിയാണിക്ക്. അപ്പോൾ എൻ്റെ അതിൽ പൈനാപ്പിൾ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല. പിന്നെ അരി നമ്മൾ കഴുകി ഊറ്റി വെച്ചിട്ടുണ്ടായിന്. അങ്ങനെ അരി പിന്നെ വെള്ളമൊക്കെ ചോർന്നതിന് ശേഷം അത് അതിലേക്ക് ഇട്ട് കൊടുത്താണ്ട് ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. പിന്നെ വെള്ളം കരണ്ടടുപ്പുമ്മൽ ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിന് കേട്ടോ. വെള്ളം കളന്ന് നോക്കിയിനി ആദ്യം. അങ്ങനെ ആ തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള രീതിയിലാട്ടോ ഞാൻ എടുത്തിനത്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തു. പിന്നെ അതുപോലെ തന്നെ ഒരു അരമുറി ചെറുനാരങ്ങൻ്റെ നീരും കൂടെ ചേർത്തിട്ടുണ്ട്. അരി വേവേറി പോകുമെന്നുള്ള പേടിയോണ്ട് ചേർത്തതാട്ടോ. നമുക്ക് വീട്ടിലത്തെ ആവശ്യത്തിനാണെങ്കിൽ ഇത്ര ടെൻഷൻ ഉണ്ടാവില്ല. അത് പുറത്തേക്ക് കൊടുക്കാനുള്ളതല്ലേ. പിന്നെ കുറേ ആയിക്കഴിഞ്ഞിട്ട് അപ്പോൾ നമുക്ക് കാറ്ററിംഗ് ഒക്കെ കിട്ടിയിട്ട്. ഇപ്പോൾ എനിക്ക് കാറ്ററിംഗ് കിട്ടായിട്ടല്ല, കാറ്ററിംഗ് ഒക്കെ കിട്ടും, പക്ഷേ സമയം ഉണ്ടാവില്ല നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ. അപ്പോൾ അങ്ങനെ ഏൽക്കലില്ല. അപ്പോൾ ഇത് നമ്മളെ ബാവുക്കാക്കുവിൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അരിയൊക്കെ വേവട്ടെ. അപ്പോൾ ആ ഒരു സമയമൊക്കെ ആയപ്പോഴത്തേന് നമ്മളെ ബീഫ് ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഞാൻ എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി ഉപ്പുണ്ടോ മുളകുണ്ടോ എന്നൊക്കെ കേട്ടോ. അപ്പോൾ ഒക്കെ കുഴപ്പമൊന്നുമില്ല, പാകമാണ്. അപ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തു. ഇനി നമുക്കത് ബിരിയാണി ചെമ്പക്ക് മാറ്റണം.
പിന്നെ റൈസ് ഒന്ന് വന്ന് തുറന്നു നോക്കി ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ, എന്നാലുള്ളൂ എല്ലാ ഭാഗത്തുള്ള അരി നല്ല രീതിയിൽ തന്നെ വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ വെള്ളമൊക്കെ ഇപ്പോൾ വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പത്തു നിന്ന് വാങ്ങി വെക്കാം കേട്ടോ. ഇനിയിപ്പോൾ കുറേ സമയം അടുപ്പത്ത് വെക്കേണ്ട ആവശ്യമില്ല. വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. അപ്പം ഞാൻ കുറച്ച് നെയ്യും കൂടെ അതിലേക്കൊന്ന് ആക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് അടുപ്പത്തുനിന്ന് വാങ്ങി വെച്ചു. പിന്നെ അതാ നമ്മളെ മസാലയൊക്കെ ഞാൻ ബിരിയാണി ചെമ്പൊക്കെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ബിരിയാണി ചെമ്പ് വട്ടത്തിലുള്ള ചെമ്പുണ്ടെങ്കിൽ അതാട്ടോ ഏറ്റവും നല്ലത്. ഈ ചെമ്പൊക്കെ പിന്നെ കുറേ മുന്നേ ഉള്ളതാണ് കേട്ടോ. പിന്നെ പുതിയ ചെമ്പൊക്കെ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ വട്ടച്ചെമ്പ് വാങ്ങാൻ നല്ലത്. പിന്നെ നമ്മളെ മസാലയ്ക്ക് ഞാനൊരു 2 ഗ്ലാസ് ചൂടുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ നമ്മളിത് ദം ചെയ്തെടുക്കുന്ന സമയത്ത് അടി പിടിക്കും. പിന്നെ ബീഫ് കുറച്ച് വേവാനും ഉണ്ടല്ലോ, അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കുന്നത് നല്ലതാട്ടോ. ഒരുപാടൊന്നും വേണ്ട, പാകത്തിന് നമ്മൾ 2 ഗ്ലാസ് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിന്. പിന്നെ നമ്മൾ വേവിച്ച് വെച്ച റൈസ് ഉണ്ടല്ലോ, അത് ഇതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അത്യാവശ്യം നെയ്യും സൺഫ്ലവർ ഓയിലൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് തന്നെയാണ് റൈസ് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. എന്നാലും ഞാൻ കുറച്ച് നെയ്യും കൂടെ അതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതേപോലെ തന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയും സവാളയൊക്കെ നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരുന്നല്ലോ, അതും കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളെ വീഡിയോ കണ്ടിട്ട് കുറേ കൂട്ടുകാർ കാറ്ററിങ് തുടങ്ങിയവരുണ്ട്. അപ്പോൾ എന്നോട് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ച് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെന്താ കാറ്ററിങ്ങൊക്കെ നിർത്തിയോ എന്നൊക്കെ ചോദിക്കലുണ്ട്. ഞാൻ നിർത്തിയിട്ടൊന്നുമല്ല, എനിക്കിതേപോലെ ഒഴിവുള്ള ദിവസങ്ങളിലൊക്കെ കാറ്ററിങ് കിട്ടിയാൽ ഞാൻ ഓർഡർ സ്വീകരിക്കലുണ്ട്. പിന്നെ ചിലപ്പോൾ നമുക്ക് ഒഴിവുണ്ടാവില്ല, അങ്ങനത്തെ സമയത്താവും കാറ്ററിങ്ങിന് ഓർഡർ കിട്ടുക. അപ്പോൾ പിന്നെ നമുക്ക് കഴിയാത്തത് ഏറ്റിട്ട് കാര്യമില്ലല്ലോ. ഇന്ന് പിന്നെ ഞായറാഴ്ച അല്ലേ, അപ്പോൾ എങ്ങോട്ട് പോകാനൊന്നുമില്ല. അപ്പോൾ നമുക്ക് ലീവാണ്. അപ്പോൾ ഇന്നിങ്ങനെ ഒരു ഓർഡർ കിട്ടിയപ്പോൾ നമ്മൾ ഏറ്റെടുത്തതാണ് കേട്ടോ. പിന്നെ നമ്മൾ ഇതേപോലെ ബിരിയാണി ദം ചെയ്തെടുക്കുന്ന സമയത്ത് ഇപ്പോൾ സവാള അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഫ്രൈ ചെയ്തത് ഏറ്റവും മേലെ ചേർത്ത് കൊടുക്കുമല്ലോ. അങ്ങനെ ചേർത്ത് കൊടുത്താൽ പിന്നെ നമ്മളത് അടച്ച് വെച്ച് ദം ചെയ്തെടുക്കുന്ന സമയത്ത് ആ ഒരു അടപ്പിൻ്റെ മേലേക്ക് കനലിട്ട് കൊടുക്കൂലേ, അപ്പോൾ കനലിട്ട് കൊടുക്കുമ്പോൾ ആ ഒരു ചൂടിൽ കടന്നിട്ട് ഈ അണ്ടിപ്പരിപ്പ് മുന്തിരി സവാളയൊക്കെ കരിയും കേട്ടോ. അപ്പോൾ അങ്ങനെ ഇല്ലാതെക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മേലേക്ക് കുറച്ച് ചോറ് ഇങ്ങനെ മാറ്റി വെച്ചിട്ട് കുറച്ച് അതിൻ്റെ മേലെ കൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ ഞാനൊരു 2 തവി ചോറ് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അത് ഇതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുത്തിക്കണം കേട്ടോ. പിന്നെ ചുറ്റും മൈദയൊക്കെ വെച്ച് പിന്നെ അടുപ്പൊക്കെ വെച്ച് ടൈറ്റാക്കി അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പത്ത് കൊണ്ടുപോയിട്ട് തീയൊക്കെ കത്തിച്ചൊന്ന് ദം ചെയ്തെടുക്കാം. പിന്നെ നല്ലോണം ദമ്മ് കയറിയാലുള്ളൂ ബിരിയാണിക്ക് ടേസ്റ്റ് കൂടുതൽ കിട്ടുക. ദമ്മ് കയറാത്ത ബിരിയാണി നെയ്ച്ചോറും അതേപോലെ ഇപ്പോൾ ബീഫ് കറിയും കഴിക്കണ പോലെ ആവും. അപ്പോൾ നമുക്ക് നല്ലോണം ദം ചെയ്തെടുക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അടുപ്പൊക്കെ ഉഷാറായിട്ട് കത്തുന്നുണ്ട് കേട്ടോ. പിന്നെ വിറക് വെച്ചല്ല, ഓലക്കൊടി വെച്ചിട്ടാണ് ഞാൻ കത്തിച്ചിട്ടുള്ളത്. വിറക് വെച്ചിട്ട് കത്തിച്ചാൽ ചിലപ്പോൾ അടി പിടിക്കും. പിന്നെ ഞാൻ കുറച്ച് കനൽ മേലെ ഇട്ട് കൊടുക്കണം എന്നൊക്കെ വിചാരിച്ചിനി, പക്ഷേ കനൽ ഉണ്ടായിട്ടില്ലേനി കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇട്ടതുമില്ല. ഒരു വെയിറ്റൊക്കെ മേലെ വെച്ച് കൊടുത്തു. അങ്ങനെ ബിരിയാണിയൊക്കെ ദം ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോൾ അതിലേക്കുള്ള സാലഡൊക്കെ റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ തൈരൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ആദ്യം തൈര് ഇതേപോലെ ഒരു പാത്രത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ സ്പൂൺ വെച്ചിട്ട് നല്ലോണം ഒന്ന് ഉടച്ചെടുക്കുന്നത് നല്ലതാണ് കേട്ടോ. ഇല്ലെങ്കിൽ നമ്മൾ ഇതിലേക്ക് സവാളയും പച്ചമുളകും ഒന്നും ഇട്ട് കൊടുക്കുന്ന സമയത്ത് തൈര് കാണുകയേ ചെയ്യൂല. അപ്പോൾ ഇങ്ങനെ ഒന്ന് ഉടച്ചിട്ട് ചേർക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. അപ്പോൾ തൈർക്ക് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്തുകൊണ്ട് ഞാൻ സ്പൂൺ വെച്ചിട്ട് നല്ലോണം ഉടച്ചെടുത്തിട്ടുണ്ടതിന്. പിന്നെ അതിലേക്ക് സവാള അരിഞ്ഞതും അതേപോലെ തന്നെ കറിവേപ്പിൻ്റെ ഇലയും പച്ചമുളകൊക്കെ അരിഞ്ഞതൊക്കെ ചേർത്ത് കൊടുത്ത് അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 12:30 ആകുമ്പോഴാണ് കേട്ടോ ഫുഡ് കൊണ്ടുപോകാൻ ഒരു വരിക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 11:30 ഒക്കെ ആയപ്പോഴാണ് നമ്മൾ ബിരിയാണി ദം ചെയ്തെടുത്തത്. അപ്പോൾ 1 മണിക്കൂർ ടൈം ഉണ്ടല്ലോ, 1 മണിക്കൂറെങ്കിലും ദമ്മിൽ കിടക്കണം, അപ്പോഴുള്ളൂ ബിരിയാണിക്ക് ടേസ്റ്റും കൂടുതൽ കിട്ടുക കേട്ടോ. അങ്ങനെ തൈരൊക്കെ റെഡിയാക്കി. ഇനിയിപ്പോൾ അച്ചാറും കൂടെ പാത്രത്തിലാക്കാനുണ്ട്. അപ്പോൾ അച്ചാർ നമ്മളെ മാസ്ലാവിൻ്റെ അച്ചാറാട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് മാങ്ങ അച്ചാറാണ്, മാങ്ങയും ഈത്തപ്പഴമുള്ള അച്ചാറാട്ടോ. ഇത് നമ്മൾ ഹോം ഷോപ്പത്തെ പ്രൊഡക്റ്റാണ് കേട്ടോ. അപ്പോൾ പ്രാവശ്യം നാരങ്ങാച്ചാർ ഞാൻ പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടില്ല. സാധാരണ നാരങ്ങാച്ചാറോ അല്ലെങ്കിൽ മാങ്ങാച്ചാറോ ഒക്കെ ആണെങ്കിലും പുറത്തുനിന്ന് വാങ്ങിക്കലാണ് നമ്മൾ ബിരിയാണീൻ്റെ കൂടെ കൊടുക്കുമ്പോൾ. ഇത് നമ്മൾ ഹോം ഷോപ്പത്തെ പ്രൊഡക്റ്റ് തന്നെയാണ്, നല്ലതാണ് കേട്ടോ ഈ ഒരു അച്ചാർ. പിന്നെ അങ്ങനെ വിനാഗിരിൻ്റെ ടേസ്റ്റൊന്നും മുന്നിട്ട് നിൽക്കില്ല. അതേപോലെ തന്നെ ഉപ്പൊന്നും ഇല്ലാത്ത ചില അച്ചാർ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ അച്ചാറിനൊരു ഉപ്പിച്ചിലുണ്ടാവുമല്ലോ, അങ്ങനത്തെ ആ ഒരു പ്രശ്നമൊന്നുമില്ല കേട്ടോ ഇതിന്. അപ്പോൾ ഞാനിതിലേക്ക് സുർക്കയും കാര്യങ്ങളൊന്നും ചേർത്തിട്ടില്ല. ഇനിയിപ്പം ഇത് എടുക്കുന്ന സമയത്ത് ഒരിക്കൽ വേണമെങ്കിൽ കുറച്ച് വെള്ളവും കുറച്ച് സുർക്കയൊക്കെ ഒഴിച്ചിട്ട് കുറച്ച് ലൂസാക്കണമെങ്കിൽ അങ്ങനെ ചെയ്യുക. ഇത് 50 രൂപേൻ്റെ ഒരു പാക്കറ്റാണ്. നല്ല അടിപൊളി അച്ചാറാട്ടോ.
അങ്ങനെ അച്ചാറും പാത്രത്തിലാക്കി. അങ്ങനെ ആ ഒരു പണികളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് ക്ലീനിങ് ഉണ്ട്. എന്നാലും ഈ ഒരു കുക്കിങ്ങിൻ്റെ അടിയിൽ കൂടി തന്നെ ക്ലീനിങ്ങും കൊണ്ടുപോയതുകൊണ്ട് ഒരുപാട് ക്ലീനിങ് ഒന്നുമില്ല കേട്ടോ. പിന്നെ അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി കൗണ്ടർ ടോപ്പൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ട് പിന്നെ നമുക്ക് കൊടുക്കാനുള്ള ചോറൊക്കെ ഞാൻ മേലെയൊക്കെ കൊണ്ടുവന്ന് വെച്ച് അങ്ങനെ ഒരു വന്ന് ഫുഡൊക്കെ കൊണ്ടുപോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. ഇനി ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനോ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.